ഞാനൊരു കാര്യം പറ്റേ ഇത്രയും കത്തുന്നുണ്ട്. സാധാരണ നമ്മൾ കത്തിക്കുമ്പോൾ ഭയങ്കര ചൂടായി, പക്ഷെ ഇവിടെ ഒരു ചൂടില്ല. ഉള്ളിൽ നമ്മൾ കത്തിച്ചിട്ടുണ്ട്, വേസ്റ്റ് കത്തിക്കൊണ്ടിരിക്കേണ്ട സംശയം നോക്കാം. കത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളത് മുകളിൽ പോകേണ്ട നോക്കും. വീടുകളിൽ ഏതൊരു വേസ്റ്റും കത്തിക്കാനുള്ള ഒരു കിടിലൻ ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് സ്ഥലമില്ലാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതിലാകുമ്പോൾ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന, അപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്ന കത്തിച്ച് കളയാൻ പറ്റുന്ന എല്ലാ വേസ്റ്റുകളും നമുക്ക് ഇതിൽ കത്തിച്ച് കളയാൻ പറ്റും. അതായത് ഒരു വീട്ടിൽ വരുന്ന ഒരു കടലാസുകള്, ചപ്പ് ചവറുകള്, ഇപ്പൊ പാഡ്, ഡൈപ്പർ, മാസ്ക്, ഇങ്ങനത്തെ തുണികളുടെ വേസ്റ്റ്, അങ്ങനെ എന്തൊക്കെ വേസ്റ്റുകൾ നമുക്ക് കത്തിക്കാൻ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് കത്തിച്ച് കളയാം, ആർക്കും ബുദ്ധിമുട്ടില്ലാതെ. ഡൈപ്പർ കത്തിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഡൈപ്പർ കത്തിക്കുമ്പോ അതിന്റെ അകത്ത് ഇച്ചിരി നനവൊക്കെ കാണില്ലേ? ഉണ്ടാവും. യൂസ് ചെയ്ത ഡൈപ്പറിൽ നനവുണ്ടായിരിക്കും. ശരിക്കും നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റുകളിൽ കത്തിപ്പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള വേസ്റ്റ് ആണ് ഈ ഡൈപ്പർ. ഈ ഡൈപ്പറുകൾ നമ്മുടെ ഈ ഒരു മോഡലിലാണ് ഡൈപ്പർ കത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ ഡൈപ്പർ കത്തുന്നത് മറ്റുള്ള വേസ്റ്റുകളുടെ സപ്പോർട്ടിലാണ്. അതായത് ഡൈപ്പർ മാത്രം ഇട്ട് തീപ്പിട കൊണ്ട് കത്തിച്ചത് കത്തിപ്പോല. ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കാണാം, നനഞ്ഞ ഡൈപ്പറിൽ വെള്ളം ഒഴിക്കണോ, അതിലിടുന്നു, കത്തിക്കണോ. ഇതൊക്കെ വെറും പരസ്യമാണ്, ഒരു മാർക്കറ്റിംഗ്. കാരണം അത് കത്തിപ്പോല. നമ്മള് എത്ര അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്, നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ഡൈപ്പറിൽ വെള്ളം വെച്ചത് എങ്ങനെ കത്തിപ്പോന്നുള്ളത്. അപ്പൊ ഇത് കത്തിപ്പോണത് മറ്റുള്ള വേസ്റ്റുകളുടെ സപ്പോർട്ടിലാണ്. നമ്മുടെ വീട്ടിലുള്ള ചപ്പുചവറുകളും ചിരട്ടയും ചകരും ആ വേസ്റ്റുകൾ കത്തുമ്പോൾ ആ കത്തുന്ന ചൂടടിച്ച് ഈ ഡൈപ്പറിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകും. അതിനുശേഷമാണ് ഡൈപ്പർ കത്തിപ്പോണത്. അപ്പൊ ഒരു ദിവസം എത്ര കിലോ വെച്ച് നമുക്ക് അത് ഡംപ് ചെയ്യാൻ പറ്റും? നമുക്ക് പല മോഡലുകൾ ഞങ്ങളിൽ അവൈലബിൾ ആണ്. അതായത് 1 കിലോ മുതൽ 1000 കിലോ വരെ കത്തിക്കുന്ന മെഷീൻസ് ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ കസ്റ്റമറുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് എനിക്ക് മെഷീൻ ഉണ്ടാക്കി തരാൻ പറ്റും. നമ്മുടെ ടൈപ്പ് ഉണ്ടല്ലോ ഇവിടെ, പല ടൈപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മുടെ പല ടൈപ്പിലുള്ള മെഷീൻസ് ഉണ്ട്. ഇതൊരു ബേസ് മോഡലാ, ഒരു ചെറിയൊരു കുഞ്ഞ ഫാമിലിയിൽ കൊണ്ടുപോകുന്ന ഒരു ബേസ് മോഡലാണത്. ഇതിൽ നമുക്കൊരു 10 കിലോ വേസ്റ്റ് ഒക്കെ നമുക്ക് ഇതിൽ കത്തിക്കാൻ പറ്റും. എന്നിരുന്നാൽ കൂടിയും ഈ ഒരു മെഷീനേക്കാളും നമുക്ക് കൂടുതൽ നമ്മുടെ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ റണ്ണിംഗ് ഉള്ള ഒരു മോഡലാണ് ഈ ഒരു മെഷീൻ. ഇതിൽ നമുക്കൊരു 20 കിലോ വരെ കത്തിക്കാൻ പറ്റും. എന്താ വെച്ചാൽ ഈ മെഷീന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഈ 100 കിലോ വെയിറ്റ് ആണ് ഈ മെഷീൻ വരാ. 100 കിലോ വെയിറ്റ് വരുന്ന ടോപ്പ് ക്വാളിറ്റിയുള്ള മെഷീനാണത്. ഏകദേശം നമുക്കൊരു 2 വർഷം കമ്പനി വാറണ്ടി തന്നെ മെഷീൻ ഉണ്ട്. ഇതിൽ നമ്മൾ ഉള്ളില് ഒരു 1.5 ഇഞ്ച് കനത്തിലോളം കാസ്റ്റബിളിന്റെ കോട്ടിംഗ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഡയറക്റ്റ് മെറ്റലിലേക്ക് ചൂടടിക്ക് മെറ്റൽ ദ്രവിക്കുക ഉണ്ടായിരിക്കില്ല, അതിനുള്ള പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഈ മെഷീന് കൊടുക്കുന്നത്. അതുകൊണ്ട് കണ്ണടച്ച് ഉപയോഗിക്കാം, നമുക്ക് ഒരു പ്രശ്നം വരാണ്ടേ. ഇല്ല, ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും കൈ കൊണ്ട പുള്ളി പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ഒരു കൊച്ചു വന്ന് ഇതുമ്പോ തൊട്ടാലും ഒരു പ്രശ്നമില്ല. ഒരുപാട് നേരം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് നേരം കത്തിയിട്ടാണ് നമ്മൾ കൈ വെച്ചറിയാൻ പറ്റുക അതിന്റെ ഉള്ളിൽ കത്തുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ ഇതിന്റെ അടുത്ത് നിൽക്കാനോ പൊള്ളാനോ ഉള്ള യാതൊരു സാധ്യതയില്ല. ഇല്ല, അതായത് നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന വേസ്റ്റുകൾ വേസ്റ്റ് അങ്ങനെ സ്മെല്ലൊന്നും വരാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഈ മെഷീനിൽ 10 അടി ഉയരം വരും. ടോട്ടൽ പൈപ്പൊക്കെ ഉൾപ്പെടെ 10 അടിക്ക് മുകളിലുള്ള പുക പോകുള്ളൂ. അതും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ പുക ഇതിന്ന് വരുള്ളൂ. കാരണം ഈ മെഷീൻ വർക്ക് ഓക്സിജൻ ഡ്രിഫ്റ്റിലാണ്. പരമാവധി അന്തരീക്ഷത്തിലുള്ള ഓക്സിജനെ നമ്മുടെ പ്ലാന്റിലേക്ക് വലിച്ചെടുത്താണ് ഇത് കത്തിപ്പോണത്. അതുകൊണ്ട് ജ്വലനം കൂടുതലായിരിക്കും. നന്നായി തീ കത്തുന്നത് കൊണ്ട് പരമാവധി പുക കുറവായിരിക്കും. ഇല്ല, പരമാവധി പൊല്യൂഷൻ കുറവാണ്. ഇത് ഈ മെഷീനിൽ പുക വന്നിട്ടുള്ള പൊല്യൂഷൻ വളരെ കുറവാണ്. ഇനി അടുത്ത സെറ്റ് ഏതാ ഈ ഒരു വലുത്? ഇത് ഇപ്പൊ ചില വീടുകളിൽ നമുക്ക് വേസ്റ്റ് കൂടുതൽ, ഇപ്പൊ ഗാർഡൻ വേസ്റ്റ് ഉണ്ടാവും, കുറച്ച് വേസ്റ്റുകൾ കൂടുതലുണ്ടാവും, മാവിന്റെ ഇലക്ക് വീണിട്ട് ഒരുപാട് വേസ്റ്റ് വരും. അവർക്ക് ഒന്നും കൂടി നമുക്കൊരു 20-25 കിലോ ഒക്കെ കത്തിക്കാനായിട്ട് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ മോഡൽ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ 20 കിലോ അല്ല, ഇതിന് 30 കിലോ കത്തിക്കാം, 40 കിലോ, അങ്ങനെ പല ടൈപ്പില് കത്തിക്കാൻ പറ്റും. ഇതിലാകുമ്പോൾ കുറച്ചുകൂടി കപ്പാസിറ്റി. അതായത് ഫയർ ബ്രിക്ക് സ്റ്റാർട്ട് ആവുന്ന മോഡലാണ്. കണ്ടോ, ഈ ലൈനിൽ നമ്മൾ ഇതുപോലെ ബ്രിക്ക് ലൈനിങ് കൊടുക്കും. സാധാ ഇഷ്ടികല്ല, ഇത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ഇതൊരു 1S8 ഗ്രേഡിന്റെ ഫയർ ബ്രിക്ക് ആണത്. അതായത് ക്രാക്ക് വരാ, വിള്ളൽ വന്ന് പൊളി ഒന്നുമില്ല. നമ്മുടെ ഇൻസിനേറ്ററുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു മോഡലാണ്. അതായത് ഇതിൽ ഈ ബ്രിക്കിന്റെ കനത്തിലാണ് ഇതിന്റെ ഉള്ളിൽ ചൂട് മൊത്തം റെസിസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു 1000 ഡിഗ്രി 1500 ഡിഗ്രി ടെമ്പറേച്ചർ ഒക്കെ ഈ ബ്രിക്ക് അത് വലിച്ചു നിർത്തും. മെറ്റലിലേക്ക് ചൂടടിച്ച് പ്ലാന്റിന് ഒരിക്കലും കംപ്ലൈന്റ് വരും. ഇതിൽ 50 കിലോ കത്തിക്കുന്ന മെഷീൻ. അത് ഡെയിലി 50 കിലോ വേസ്റ്റ് കത്തിക്കാം. 50 കിലോ. അതും ഇതിന്റെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് വരെ ഒരു 304 ഗ്രേഡിലെ ഒരു 3 mm കനം വരുന്ന സ്റ്റെയിലിന്റെ പൈപ്പാണ് നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഒരിക്കലും പൈപ്പ് എടുത്ത് തകർന്നു വീണു, തുരുമ്പെടുത്ത് വീണു എന്നുള്ള അവസ്ഥ നമ്മുടെ മെഷീൻ ഉണ്ടായിരിക്കില്ല. അപ്പൊ ഈ ഒരു മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സ്ഥല പരിമിതി കവർ ചെയ്യൂലേ? അതെ, വെറും 4 സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് നമ്മുടെ മെഷീൻ വെക്കാൻ വേണ്ടോ. അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ വീടുകളൊക്കെ ഇപ്പൊ 4 സെന്റ് 5 സെന്റിലൊക്കെ ഒതുങ്ങുന്ന വീടുകളാണ്. അവർക്കൊക്കെ സുഖമായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലാണ് ഈ മെഷീൻ ഉണ്ടാക്കിയേക്കണം. അപ്പൊ ഈ മഴക്കാലത്ത് ഒരു പ്രശ്നമില്ല. മഴ നിന്ന് പെയ്യുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം. കാരണം നമ്മുടെ ഈ പൈപ്പിന്റെ മുകളിലൊക്കെ ഒരു കനോപ്പയുടെ ടോപ്പ് ഉണ്ട്. ഇത് ഏറ്റവും ചെറിയ പൈപ്പാണ്. ഈ മെഷീനിൽ ഇട്ടേക്കുന്നത് ഏറ്റവും ചെറിയ വണ്ണം ഒരു 3 mm കനത്തിലുള്ള
ഒരു 3 ഇഞ്ച് വ്യാസത്തിലുള്ള പൈപ്പാണ് നമ്മൾ ഇതിന് ഉപയോഗിച്ചേക്കണേ. ഈ നമ്മുടെ ഓരോ മിഷ്യത്തിന് വലിപ്പം കൂടുന്നതനുസരിച്ച് പൈപ്പിന്റെ വലിപ്പത്തിലും ക്വാളിറ്റിയിലും മാറ്റം വരും. മഴ പെയ്യുമ്പോൾ വെള്ളമൊന്നും വരാതിരിക്കാനുള്ള കാനോപ്പി കാര്യങ്ങളൊക്കെ അതിൽ സംവിധാനം ഉണ്ട്. മഴ വെയിലൊന്നും പ്രശ്നമല്ല. ഇതൊരു 100 കിലോ കത്തിക്കുന്ന മെഷീനാണ്. ഇതേപോലെ തന്നെ ഫയർ ബ്രിക്ക് ഒക്കെ വരുന്ന 100 കിലോ കപ്പാസിറ്റി കത്തിക്കുന്ന മെഷീനാണ്. കൂടുതലും കൊണ്ടുപോകുന്ന സ്കൂളുകളിലേക്ക്, അപ്പാർട്ട്മെന്റിലേക്കാണ്. ഇത് 150 കിലോ കത്തിക്കുന്ന മെഷീനാണ്. അപ്പൊ കസ്റ്റമർ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ചെയ്തു കൊടുക്കും. ഏത് സൈസിൽ വേണം, എത്ര കിലോ ഇടണം അല്ലേ? ഇതിപ്പോ 200 കിലോന്റെ മെഷീൻസ് ഇരിക്കും നോക്കൂ. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്ന മെഷീൻസ് 200 കിലോന്റെ ഒക്കെ. ഏറ്റവും കൂടുതൽ റണ്ണിംഗ് ഉള്ള മെഷീൻസ് ഉപയോഗിക്കുന്നത്. പിന്നെ 300 കിലോ കത്തിക്കുന്ന ഒരു മെഷീൻ ഓർഡർ ആയിട്ട് നമ്മളത് അതിന്റെ പണിപ്പുരയിലാണ്. ഇതിനുള്ളിൽ പണി കിടക്കുന്നേ ഉള്ളൂ. ഇതിപ്പോ ഏകദേശം ഒരു 30% പണി ഇതിന്റെ തീർന്നിട്ടുള്ളൂ. അങ്ങനെ 300 അല്ല, 400 അല്ല, 500 അല്ല, എത്ര വേണം ടൺ കണക്കിന് ഉണ്ടാക്കിയാൽ മതി. നമ്മുടെ യൂണിറ്റ് ഔട്ട്ഡോർ യൂണിറ്റ് പുറത്ത് മഴ വെയിലൊക്കെ കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വർഷത്തിലൊരിക്കലേ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അതിപ്പോ ആവശ്യം ഞങ്ങളെ വിളിച്ചാൽ മതി, ഞങ്ങൾ തന്നെ സർവീസ് ചെയ്യും. സൗത്ത് ഇന്ത്യ മൊത്തം ഞങ്ങൾ സർവീസ് ചെയ്യും. പിന്നെ ഞങ്ങളുടെ ഉറപ്പെന്താ വെച്ചാൽ ഇതിന് കേട് വരാനൊന്നും ഇല്ല. ആ ക്വാളിറ്റിയാണ് ഞങ്ങൾ ഇതിന് കൊടുക്കുന്ന ഗ്യാരണ്ടി. നമ്മൾ അതിന് വേണ്ടി 2 സ്റ്റിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കത്തി കഴിഞ്ഞുള്ള ചാരം നമ്മുടെ ഇവിടെ ഒരു ഗ്രില്ലുണ്ട്. ആ ഗ്രില്ലിൽ നിന്ന് കഴിഞ്ഞുള്ള ചാരം ഈ റാക്കിലോട്ട് പോയും. അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് വൈപ്പ് ചെയ്തെടുക്കാം. വൈപ്പ് ചെയ്ത് ആ ചാരം താഴേക്ക് പോയും. അടിയിൽ എന്തെങ്കിലും ബക്കറ്റോ ചാക്കോ എന്തെങ്കിലും വെച്ചാൽ മതി. കറക്റ്റ് നമുക്ക് വൈപ്പ് ചെയ്ത് താഴേക്കിടാം. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉരുകി പിടിച്ച് നിൽക്കുന്നുണ്ട്, കറക്റ്റ് ആയിട്ട് അതിലേക്ക് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റിക്ക് കൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, തട്ടി കൊടുക്കാം. ഇത്രയും വേസ്റ്റ് കത്തിക്കാൻ പോവാണ്, ഞാനാണ് ഇടുന്നത്. അപ്പൊ ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ കുടഞ്ഞിട്ടാ മതി. ഇപ്പൊ അത്യാവശ്യം നല്ല മഴയുള്ള സമയമാണ്, മേലേക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഈ മഴയത്ത് ഇത് കത്തിക്കാൻ പറ്റൂട്ടോ. ഇതിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ അടയ്ക്കാം. വീണ്ടും മഴ പെയ്യുന്നുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വേസ്റ്റ് കത്തിക്കാം. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ചൂടുണ്ടോ? ചൂടുമില്ല. ഞാൻ ഒന്നുകൂടെ തുറന്നു. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ തുറക്കണമെങ്കിൽ തുറക്കാം. സാധാരണ നമ്മൾ വീടുകളിലൊക്കെ പുറത്തൊക്കെ കത്തിക്കും കുറേ നേരം നോക്കി നിൽക്കണം, അതിന്റെ ടൈമുണ്ട്. പക്ഷെ ഇങ്ങനെ അതിന്റെ ടൈമിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഇത് ഇത്രയും കത്തുന്നുണ്ട്. സാധാരണ നമ്മൾ കത്തിക്കുമ്പോൾ ഭയങ്കര ചൂടായിരിക്കും, പക്ഷെ ഇവിടെ ഒരു ചൂടില്ല. കണ്ടാ നമ്മുടെ കൈ പൊള്ളുന്നു. ഞാൻ ഇങ്ങനെ ചാരി നിൽക്കണ്ട, ഒരു കുഴപ്പമില്ല. നമ്മുടെ എല്ലാ ടൈപ്പ് മെഷീൻസും ഓൾ കേരള അവൈലബിൾ ആണ്. ജസ്റ്റ് നിങ്ങൾ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക, ഓർഡർ കൊടുക്കുക. നമ്മുടെ വീട്ടിലെത്തി ഇൻസ്റ്റാളേഷൻ ചെയ്ത് കത്തിച്ച് കാണിച്ചിട്ട് നിങ്ങൾക്ക് ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് ഇഷ്ടമായിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി. ഇഷ്ടമായില്ലോ നിങ്ങൾ തിരിച്ചു വിട്ടോളാം വണ്ടിയിൽ. കാരണം നമ്മുടെ പ്രൊഡക്റ്റിൽ നമുക്ക് അത്ര ഗ്യാരണ്ടിയാണ്. യാതൊരു ടെൻഷനും വേണ്ട, സുഖമായിട്ട് ഉപയോഗിക്കാം. തൃശ്ശൂരാണ്. നമുക്ക് തൃശ്ശൂർ റൗണ്ടിൽ ഓഫീസ് ഉണ്ട്. അതുപോലെ മണ്ണുത്തിയിലും ഒല്ലൂരും നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ട്. മതി. അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ആവശ്യമുള്ളവര് ഞങ്ങൾ സാറിന്റെ കോൺടാക്ട് നമ്പർ ഇടുന്നതായിരിക്കും. ഒന്ന് കോൺടാക്ട് ചെയ്യുക. എന്ത് വിവരം ഉണ്ടെങ്കിൽ സാർ പറഞ്ഞു തരുന്നതായിരിക്കും.